പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ തളരാതെ പതറാതെ കണ്ടു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമായ ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകൾ ആമേൻ കണ്ടവർ ഈ സന്ധ്യയുടെ യാമം കാണുവാൻ കഴിയാതെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകരെ കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുമ്പോൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് കരങ്ങളെ തട്ടി നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരും അവനെതിരായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് കരങ്ങളെ തട്ടി മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്നേഹിതരമേ ഫാമിലിക്ക് എല്ലാവർക്കും സാധനം കണ്ണൊന്നീ താഴ്മെന്നുള്ള പട്ടുപടി തീർത്തുന്നു. മനമിടകാതെ, ആമേൻ, മനം പതറാതെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തുന്ന സർവകൃപാലുവായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. കരങ്ങളെ തട്ടി നന്ദിയോടെ ഉരിരുൾ പാതയതോ ക്രൂരമശോധനയോ കൂടിയിടും നേരമതിൻ ക്രൂശിൻ നിഴൽ നിനക്കാ നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ടോ അന്ത്യം വരെ. മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ടോ അന്ത്യം വരെ. ആമേൻ, ഹല്ലേലൂയ. മനമിളകി പോകത്തക്ക വിധം
മനം പതറിപ്പോകത്തക്ക വിധത്തിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി കരങ്ങളെ തട്ടി നന്ദിയോടെ. സിംഹകുഴി പൊട്ടക്കിനാൻ മരുഭൂമി ജയിലറായി ചവാളോ മരണമോ വന്നിടട്ടെ നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടോ എന്നാലേ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യവാരി. കരങ്ങളെ തട്ടി നന്ദിയോടെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമോ മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വാരി. മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും അന്ത്യം വാരി. Praise God. Hallelujah. ശുശ്രൂഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. എനിക്ക് അടികളോട്ട് കടന്നുപോയി കർത്താവെ, കണ്ണീരും കാലും വീശുന്നു പ്രാർത്ഥന തക്കാത്ത വെച്ച ആപത്താന്തങ്ങളെല്ലാം കർത്താവിൽ സന്തോഷത്തോടെ രാത്രിക്കാലം കർത്താവിന്റെ പാദത്തിലേക്ക് എടുത്തിരുക. സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചവൻ കാരണം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ട കർത്താവ് സന്ധ്യാമങ്ങളിലോത്ത് മറ്റപ്പെട്ടപ്പോ അപ്പൊ ഈ രാത്രികാല സ്നേഹത്തിൽ ഫാമിലി വിദേശത്തും സ്വദേശത്തും കോൺഫറൻസുകളും ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാലായിരിക്കാം. സ്വർഗത്തിലെ വലിയ ദൈവോട് സഹായിച്ചു വനങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവെ എന്മനമേ ഹോവാഴ്ത്തു സർവാന്തമേ നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവാഴ്ത്തു കർത്താവ് ചെയ്ത സകല ഉപവാർക്ക് നന്ദിയുള്ളവരത്തിലോ ഈ രാത്രികാലം കർത്താവിന്റെ പാതകളിലായിരിക്കും എല്ലാവരും സഹായിക്കുന്ന അവൻ കുറുക്കായി നന്ദിയോട് സ്തുതിയത് കോഴി തന്റെ കുഞ്ഞിന് ചെറിയ കർത്താവ് മറയ്ക്കുന്ന പോലെ കഴിവ് തന്റെ കുഞ്ഞിന് ചെറിയ മീത വായിക്കുന്ന പോലെ ഓരോ നിമിഷവും കർത്താവിന് കാറ്റിൽ വെച്ച് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ ഈ രാത്രികാലം ഹല്ലേലൂയ കർത്താവ് വചന ശുശ്രൂഷ ദൈവത്തിൽ വലിയ പ്രവൃത്തി വെളിപ്പെടുക. അനേക പാപികൾ മനസ്സിൽ പിന്മാറ്റക്കാരും മടങ്ങി വരും. പാപികൾ മനസ്സന്തരപ്പെടുക. എല്ലാം കർത്താവെ അവിടുന്ന് ഇടയാക്കണം. ഏത് പ്രാതിബന്ധമില്ലാത്ത വചനങ്ങളിൽ കർത്താവ് രാത്രികാലം ഓരോ ഉള്ളത്തെ അവിടുന്ന് ക്രിയ ചെയ്യുമാറാണ്. രോഗികൾ സൗഖ്യമാകും. കർത്താവ് ഇടയാക്കണം. രോഗങ്ങളൊക്കെ എഴുന്നേൽപ്പം കർത്താവെ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രികാലത്ത് വചന ശുശ്രൂഷ കർത്താവ് അനേക കാര്യങ്ങൾ വിടുതലായി തീരുവോ, സന്തോഷമായി തീരുവോ, സൗഖ്യമായി തീരുവോ, സമാധാനമായി തീരുവോ. കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തിട്ട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു കർത്താവ്. സുഷ്മദാസന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമേ, കുശിന്മാർന്ന് സംസാരിപ്പാൻ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങളെ മർമ്മങ്ങളെ കർത്താവിന് വെളിപ്പെടുത്തണമേ. മോശം കൂടാതെ ദൈവ ആലോചന വിളിച്ചു പറയുവാൻ കർത്താവേ ദാസനെ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രാത്രിക്കാലം ലൈവ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കത്തിലേൽപ്പിച്ച് പ്രാർത്ഥനകൾ ഒരുമിച്ച് രാത്രിക്കാലം അനുഗ്രഹം പ്രാപ്തി, കൂടുതൽ പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ എല്ലാം കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥി. പരിശുദ്ധ വലിയ സാന്നിധ്യ അവിടുന്ന് പകരണമേ എന്നോടത്തോട് പ്രാർത്ഥി. ആദ്യം തിരുമേനി കൂടി സഹായിക്കും. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ, ഒരു ശനിയാഴ്ച രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായ അതിശയകരമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എത്രയോ പ്രിയപ്പെട്ടവരാണ് കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്നത്. ഹല്ലേലൂയ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ. കണ്ണുനീരും ദുഃഖവും പേറി കഴിയുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ എന്നെ ആമേൻ പ്രാപ്തനാക്കിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേരിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സർവശക്തനായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അതേ പറയുന്നു. ആമേൻ നമുക്കൊരുമിച്ച് വായിപ്പാനായി, ധ്യാനിപ്പാനായി, ചിന്തിപ്പാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം യെരമ്യ പ്രവാചക പുസ്തകം, യെരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ, ബലപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം യെരമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ്. ഹല്ലേലൂയ. വായിച്ചാൽ എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ താൻ യെരൂശലേമിൽ നിന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ വീടുകളെ പണിത് പാർപ്പി, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുങ്കേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, വചനം ഇപ്രകാരം പറയുന്നു. ജെറുസലേമിൽ നിന്ന് ബാബലോണിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ കാരണമാക്കിയ ബന്ദികളാക്കപ്പെട്ട എല്ലാവരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം പറയുന്നു. ആമേൻ. നിങ്ങൾ വീടുകൾ പണിയുകയും അതിൽ വസിക്കുകയും ചെയ്യുക, തോട്ടങ്ങൾ ആമേൻ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭാര്യമാരെ സ്വീകരിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിക്കുക. നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുത്ത് നിങ്ങളുടെ പുത്രിമാരെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുക.
അവർ ആൺമക്കളെയും പെൺമക്കളെയും പ്രസവിക്കും. നിങ്ങൾ അവിടെ വർദ്ധിക്കപ്പെടുവാനും കുറയാതിരിക്കാനും വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി വർദ്ധിച്ചു വരുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭ എണ്ണത്തിൽ പെരുകുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:4 ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമാറാക്കിയ സകല ഭക്തന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ. എന്താ അരുളി ചെയ്യുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ഭക്തന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലരും മോശക്കാരായി പലരെയും ചിത്രീകരിക്കുമ്പോൾ, അതെ കൊള്ളരുതാത്തവരായി പലരെയും കാണുമ്പോൾ, ഇന്ന് രാത്രി കരുണാമയനായ ദൈവം ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനോട് കരുണ കാണിക്കുവാൻ കാലത്തിന്റെ തികവെങ്കിൽ കന്യാമറിയത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ എന്ത് ചെയ്യും? വിചാരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി കരുണാമയനായ കർത്താവിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് ആമേൻ തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ എൻ്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, ആമേൻ, അവരുടെ കയ്യിലെ ആമേൻ വടി എൻ്റെ ക്രോധം ആകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ആ കരുണാമയനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ എന്ത് ചെയ്തിട്ടില്ല? കുറുകിപ്പോയിട്ടില്ല. ആമേൻ. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി എന്ത് ചെയ്തിട്ടില്ല? മന്ദമായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കണ്ണുനീരോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ എന്ത് ചെയ്തില്ല? കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി എന്ത് ചെയ്തിട്ടില്ല? മന്ദമായിട്ടുമില്ല. ഹല്ലേലൂയ. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ആമേൻ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, ആമേൻ, ഗ്രാമത്തിൽ, ജില്ലകളിൽ, പഞ്ചായത്തിൽ, വില്ലേജിൽ എന്തെങ്കിലും അനർത്ഥം ഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ആമേൻ. നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ആമേൻ ഭവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:29-5 അതെ, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീടുകളെ പണിയുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് പലരും ആമേൻ ആരംഭിച്ചിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാതെ പാതി വഴിയിൽ നിലയ്ക്കുമ്പോൾ ഇന്ന് രാത്രി വീട് പണിയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ. ഹല്ലേലൂയ. അതിനകത്ത് പാർപ്പാൻ അനുവദിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക മേഖലകളോട് ഇന്ന് രാത്രി പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ, ഹല്ലേലൂയ, ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ സ്വർഗം ആമേൻ അഭിഷേകം ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ. ഹല്ലേലൂയ. തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ. പലരും തോട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്, എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുവാൻ കഴിയാതെ പലരും തകർന്നു പോകുമ്പോൾ ഇന്ന് രാത്രി നിന്റെ ആയുസ്സിനെ ദീർഘമാക്കി
സ്വന്തമാക്കി നീ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപയാൽ നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾ കാളയച്ച് ഈ പ്രവാസം ദീർഘമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വീടുകളെ പണിതു പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ എന്ന് പറയിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരുണാമയനായ കർത്താവിന്റെ ആ കനിവുള്ള ആമേൻ കരുണയുള്ള ആ ആമേൻ ഹല്ലേലൂയ കണ്ണ്, അഗ്നിജാലയ്ക്കൊത്ത കണ്ണ്, ഹല്ലേലൂയ, ഇന്ന് രാത്രി ചില കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ആമേൻ. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. ഹല്ലേലൂയ. അവരുടെ ചുറ്റുമുള്ളവരുമായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കുകയും, ഹല്ലേലൂയ, ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ അതിൽ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയാതെ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദുഷ്ടപിശാചി ഞെരുക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എസ്കേൽ പ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നു. അതേ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരുമായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ഇന്ന് രാത്രി നിനക്കെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചുവിടുന്ന ആമേൻ ദുഷ്ട ആമേൻ ശത്രുവിന്റെ മുമ്പിൽ അതെ നീ ലജ്ജിക്കപ്പെടാതെ തല ഉയർത്തേണ്ടതിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തനായവന്റെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:10 ഇങ്ങനെ കാണുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ വചനം നിവർത്തിയാകുവാൻ ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, സമയത്തിന് മുമ്പേ ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അത് സമാപ്തിയിലേക്ക് വരും. ഹല്ലേലൂയ. ഒരിക്കലും അത് വെളിപ്പെടാതിരിക്കുകയില്ല, അത് സംഭവിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അതെ, 29:6 ഇങ്ങനെ കാണുന്നു, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കുക, ഏദനിൽ ദൈവം ആക്കിവെച്ച ആദാമും ഹവ്വയും സന്താന പുഷ്ടിയുള്ളവരായി പെറ്റു പെരുകി ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ ആക്കിവെച്ച ആമേൻ കുടുംബത്തെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച് ഇന്നും ആരെ തകർക്കണമെന്നുള്ള ചിന്താഗതിയോടെ അത് സിംഹമെന്ന പോലെ ഊടാടി ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16:2 മുതൽ 4 വരെയുള്ള വേദഭാഗം, ആമേൻ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഹരിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഹരിക്കരുത്. ആമേൻ. നിനക്ക് പുത്രിമാരും പുത്രന്മാരും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലായിടത്തും ആമേൻ എല്ലാവർക്കും താമസിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, എല്ലായിടത്തും കുടുംബമായി പാർക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, ഈ സ്ഥലത്ത് നീ ഭാര്യ എന്ത് ചെയ്യരുത്? പരിഹരിക്കരുത്. ആമേൻ. നിനക്ക് പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യരുത്? ഉണ്ടാകുകയും വരുത്. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് ഈ ദേശത്തെ അവരെ പ്രസവിക്കുന്ന അമ്മമാരെ കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയുമില്ല. അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ
അവർ നിലത്ത് വളമായി തീരും. ഹല്ലേലൂയ. നോക്കണമേ, ദൈവഹിതമല്ലാതെ, ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ ആമേൻ കുടുംബമായി തലമുറയായി ആമേൻ ജീവിക്കുവാൻ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-51 വായിക്കുമ്പോൾ, ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടുപോക, യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴ് ആമേൻ മനുഷ്യരേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ദൈവം നൽകി കൊടുക്കുകയാ. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആമേൻ വിവാഹം എന്ന വ്യവസ്ഥ സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, ഹല്ലേലൂയ, ആമേൻ, തിരുവചനത്തിലൂടെ അത് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാ. ഹല്ലേലൂയ. ന്യായാധിപന്മാർ 14:2 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ആമേൻ. ഞാൻ തിന്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ആമേൻ ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്രകാരം ഈ ഭൂമിയിൽ ആയിരിക്കണമെന്ന് ദൈവത്തിന് പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങുന്ന പ്രതികൂലങ്ങൾക്ക് നമ്മെ വിട്ടുകൊടുക്കാതെ പരിചയായി, അത് സങ്കേതമായി, കോട്ടയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശിഷ്ടായുസ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 24:60 നമുക്ക് കാണുവാൻ കഴിയുന്നു, അവർ റിബേക്കയെ അനുഗ്രഹിച്ചു അവളോട്, സഹോദരി, നീ അനേക ആയിരമായി തീരുക, നിന്റെ സന്തതി തന്നെ ദോഷിക്കുന്നവരുടെ പടിവാതി കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ തന്നെ ന്യായാധിപന്മാർ 12:9 കാണുന്നു, അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു, അവന് 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രയേലിന് 7 സംവത്സരം ന്യായാധിപതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 34:4 വായിക്കുമ്പോൾ, ശേഖേം തന്റെ അപ്പനായ ഹാമോരിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 24:4 വായിക്കുമ്പോൾ, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ, പ്രൈസ് ദി ലോർഡ്, പിന്നെ എവിടെ നിന്ന് എടുക്കണം എന്ന് ദൈവം ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 28:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു, ആമേൻ, അവനെ അനുഗ്രഹിച്ചു, അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം ആമേൻ 1 മുതൽ 4 വരെ. ഹല്ലേലൂയ. 28-ാം അധ്യായം ആമേൻ 1 മുതൽ 4 വരെ. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുത്. നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പതനാരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ പെതുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് ഭാര്യയെ എടുക്കുക. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ
പരദേശിയായി പാർത്ത് വരുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. നോക്കുക, അപ്പോൾ കാലേബ് കിരിയോത്ത് ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരാജയപ്പെടുന്നവർക്കല്ല, ഹല്ലേലൂയ, ജയിക്കുന്നവർക്കാണ് ആമേൻ അതെ കിരീടം ലഭിക്കുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ആഴമായി നാം പഠിക്കുമ്പോൾ 7 സഭകൾക്ക് ദൂതെഴുതുന്ന സമയത്ത് ഹല്ലേലൂയ പരാജയപ്പെടുന്നവനല്ല, ജയിക്കുന്നവർക്കാണ് കിരീടം ലഭിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21:21 അവൻ അതെ പരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവൻ ഒരു ഭാര്യയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ അനവധിയായി പെരുകുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കൂടപ്പുറപ്പെ, വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ അതെ ദൈവസഭ എണ്ണത്തിൽ പെരുകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ അനേകരെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ജാതികളുടെ ഇടയിൽ ആമേൻ സുവിശേഷത്തിന്റെ വക്താക്കളായി ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുമ്പോൾ സഭ എണ്ണത്തിൽ പെരുകുവാൻ ഇടയാകേണ്ടതിന് ആമേൻ അതെ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷത്തിന്റെ വക്താക്കളായി അതെ സഞ്ചരിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കെതിരെ ഉയരുന്ന പ്രതികൂലങ്ങൾക്ക് എതിരെ ആമേൻ അതെ പൊരുതി ജയിക്കുവാൻ അതെ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും ആമേൻ ഇന്ന് രാത്രി അതെ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 29:19 വായിക്കുമ്പോൾ, അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 7:36-38 വായിക്കുമ്പോൾ, എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സൂര്യന് കീഴിലുള്ള എല്ലാത്തിനും സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ മകൻ എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ദൈവ മകൾ എന്ന നിലയിൽ നിങ്ങൾ നിരവധി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്നതിനുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ സങ്കീർത്തനം എഴുതിയപ്പോൾ 34:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ചില അനർത്ഥങ്ങളിലൂടെ, ചില വെല്ലുവിളികളിലൂടെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കളെങ്കിൽ, ഇന്ന് രാത്രി നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി എന്ത് ചെയ്തിട്ടില്ല, മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. അനായാസവും ഹല്ലേലൂയ അതെ പ്രശ്നരഹിതവുമായ ജീവിതം ഹല്ലേലൂയ അതെ വിശുദ്ധ ബൈബിൾ ഹല്ലേലൂയ വിശ്വാസികൾക്ക് അതെ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ആമേൻ അവർക്ക് കഷ്ടതയുണ്ടെന്ന് ആമേൻ സത്യവേദ പുസ്തകം ആവർത്തിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ അതെ നഷ്ടപ്പെട്ടേക്കാം, കൂടപ്പറപ്പ് നഷ്ടപ്പെട്ടേക്കാം. ഹല്ലേലൂയ അതെ സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതെ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും
പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ലോകത്തെ ജയിച്ചവൻ, അതെ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാകുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ അതെ നിറഞ്ഞ അഭിഷക്തൻ ഇങ്ങനെ എഴുതിയത്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ കഷ്ടം, എന്തുകൊണ്ടാണ് ഈ വേദന, എന്തുകൊണ്ടാണ് ഈ പ്രതികൂലം, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ആമേൻ എന്ന് ചിന്തിച്ച് ആമേൻ ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് പ്രതികൂലങ്ങൾ അതേ ജീവിതത്തിന് മുമ്പിൽ അടിച്ചുവിടുമ്പോൾ ഹല്ലേലൂയ അതിന്റെ മുമ്പിൽ തളരാതെ പതരാതെ ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ ഒരു ദൈവവൈതലിനെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും സഹോദര സഹോദരി കഷ്ടതയിലിരിക്കുന്ന ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന കരുണാമയന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഓ ഹല്ലേലൂയ ഇന്ന് രാത്രി ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകര് വിശ്വാസത്തിൽ നിന്ന് ആമേൻ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേകര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ഹല്ലേലൂയ ദൈവ രാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം അനേകം കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ എന്ന് പ്രബോധിപ്പിച്ച ശിഷ്യന്മാരുടെ മനസ്സെന്ത് ചെയ്യുന്നു? ഉറപ്പിച്ചു പോകുന്നു. ഹല്ലേലൂയ. അത് വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 3 വായിക്കുന്നത് ഇങ്ങനെയാണ്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇന്ന് രാത്രി എത്ര പേർക്ക് അറിവുണ്ട്? കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അതെ, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ. ആമേൻ. ഏക ഭാര്യ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഉള്ളവരായിരിക്കണം. മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസ് 2:21 അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്റെ ശത്രുവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. വിശക്കുന്നവന് അതെ നീ ആഹാരം എന്ത് ചെയ്യണം? കൊടുക്കണം. ഹല്ലേലൂയ. നോക്കണമേ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു ജഡത്തിൽ അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. പ്രിയമുള്ളവരെ, ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അതെ നമ്മെ വേദനിപ്പിക്കുന്ന ചില കഷ്ടതകൾ, ചില വേദനകൾ, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ അതെ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. നമുക്കറിയാം, എബ്രായ ബാലന്മാർ തീച്ചൂളയ്ക്കകത്തേക്ക് എറിയപ്പെട്ടപ്പോൾ അവരുടെ ജഡ ശരീരമാണ് കത്തി ചാമ്പലാകുവാൻ അവർ സമർപ്പിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ, ആ തീക്കകത്ത് അവർ ചാമ്പലായാലും അവരുടെ അകത്തെ ആത്മാവിന് അതെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം നിത്യതയിലേക്ക് പോകുന്നത് ആത്മാവാണ്. അവിടെ വിവാഹമില്ല, അവിടെ കുടുംബമില്ല, അവിടെ മക്കളില്ല, അവിടെ വിശപ്പില്ല. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളത് ഈ ഭൂമിയിലാണല്ലോ. ഹല്ലേലൂയ. നാം പ്രാരംഭ വേദഭാഗത്ത് ആമേൻ അതെ കേൾക്കുവാനായിട്ട് അതെ കഴിഞ്ഞത് ആമേൻ എന്താണ്? സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ്. ഹല്ലേലൂയ. എന്താണ് സന്തോഷത്തിന്റെ വാർത്ത? നിങ്ങളുടെ സ്വന്തം വീട് പണിയുവാനും അതിൽ വസിക്കാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ നിങ്ങളുടെ ആമേൻ അതെ ജീവിതത്തിന്റെ
സമസ്ത മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ആ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ വിവാഹം കഴിക്കുകയും യഹോവയ്ക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ, നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും വിവാഹം കഴിക്കും. ഹല്ലേലൂയ. അതെ, അവർക്ക് ദൈവത്തിനായി സന്താനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ വർദ്ധിക്കും, കുറയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പാടുകളുടെ വേദന നിങ്ങൾ ഇനി ഓർക്കുകയില്ല. ഹല്ലേലൂയ. മഹത്വമായവൻ ഇന്ന് രാത്രി ആ കനാവിലെ കല്യാണ വീട്ടിൽ ആമേൻ അതെ അടയാളങ്ങളുടെ ആരംഭം ആമേൻ കുറിച്ചവൻ, ലാസറിന്റെ ഭവനത്തിൽ ദീനമായി കിടന്ന ആമേൻ സാഹചര്യത്തിൽ വന്നില്ല എന്ന് ആമേൻ ലോകം ചിന്തിച്ചു പോകത്തക്ക വിധത്തിൽ അല്പസമയം ചില കഷ്ടതയിലൂടെ, ചില വേദനയിലൂടെ, ചില പ്രതിസന്ധിയിലൂടെ, ചില പരിഹാസത്തിലൂടെ കടന്നുപോയെങ്കിലും ആമേൻ സമർപ്പിക്കപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീരിനെ മറികടക്കാത്ത കരുണാമയനായ കർത്താവ് കണ്ണുനീർ വാർത്തുകൊണ്ട് അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ച് കല്ലറയുടെ മുമ്പിൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ദൈവമഹത്വം വെളിപ്പെടുത്തി ആമേൻ ലാസറിനെ ഉയർപ്പിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും അതേ തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന കർത്താവ് എത്രയും വേഗം മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വർദ്ധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അതേ വർദ്ധിക്കും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. അതേ, നിങ്ങൾ കുറയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. കഷ്ടപ്പാടുകളുടെ വേദന നിങ്ങൾ ഇനി ഓർക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, എല്ലാ കഷ്ടപ്പാടുകളിലും ആമേൻ അതെ എല്ലാ പ്രതികൂലങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഹല്ലേലൂയ അത്ഭുതകരമായി ജീവിതം നയിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ വചനത്തിൻ്റെ ശക്തിയെ ഇന്ന് രാത്രി അതേ സമർപ്പിക്കപ്പെട്ട വ്യക്തികളിൽ വെളിപ്പെടുത്തി ആമേൻ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ അതേ ജീവിക്കുവാനും കർത്താവിൻ്റെ വരവിങ്കൽ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാനും ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഓരോ ഭവനങ്ങളും മാറ്റപ്പെടട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, തലമുറകൾ തമ്മിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിന് കഴിയാതെ കണ്ട് അവരുടെ ഇടയിൽ ക്രമക്കേടുകൾ കൊണ്ടുവന്ന് ഭിന്നിപ്പിച്ച് അവരെ തകർക്കുവാൻ, നരകതുല്യ ജീവിതത്തിനുടമകളാക്കി മാറ്റുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളെ തിരിച്ചറിഞ്ഞ് ആമേൻ പ്രാർത്ഥനയിൽ അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി അവിടുന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ സ്വർഗതുല്യമായി ജീവിതം നയിപ്പാൻ കഴിയാതെ ആരെങ്കിലും കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും നിരാശയിലുമായിരിക്കുന്നുവെങ്കിൽ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ കർത്താവേ, മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് തിരുവചനത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. കർത്താവെ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി ജീവിപ്പാൻ കൃപ കൊടുത്ത സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് കുടുംബമായി അതേ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇന്ന് രാത്രി എല്ലാവരെയും സഹായിച്ചാട്ട്. ആമേൻ. അതെ, ഞാൻ എൻ്റെ സ്വന്തം വീട് പണിയുകയും അതിൽ താമസിക്കുകയും ചെയ്യും. ആമേൻ. എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ, എൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ഞാൻ വിവാഹം കഴിക്കുകയും ഹല്ലേലൂയ കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തുടർച്ചയായ ആ വർധനവ് സമൃദ്ധി ആസ്വദിക്കുന്നതിനായി ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം സഹായിക്കണം. ഹല്ലേലൂയ. അതേ മക്കളെ വിവാഹം അതേ കഴിപ്പിച്ച് ഹല്ലേലൂയ അതേ തലമുറകളോട് ഒരുമിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ജീവിപ്പാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് തൃപ്തിപ്പെടുത്തിയാട്ട്. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുത്താട്ട്. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിവാഹം നടക്കട്ടെ. ഈ ഭൂമിയിൽ കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഓരോ കുടുംബങ്ങളും
കണിയപ്പെടട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അവിടെ നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സിന്ധു എസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ. ജോസ് അവർകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സജി വർഗീസ് അച്ഛനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ വിജയൻ കെ ആമേൻ. അതെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലൈല മാൻഡിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ബിജു പി ആറിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അഭിഷേക് ആമേൻ. അതേ, സതീഷിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശോഭന വിജയനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ അങ്കിളിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ തകർന്നിരിക്കുന്നുവെങ്കിൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആമേൻ, മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിക്കൊണ്ട് കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ. ജോസ് അവറുകൾ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. Hallelujah, hallelujah, hallelujah. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി. അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ Glory to God. Hallelujah, hallelujah. Praise God. Praise God, Jesus, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Praise God, Jesus, hallelujah, hallelujah. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം.
ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന പ്രിയ ആമേൻ റൂഹമായ ബിക്കായി സ്തോത്രം ചെയ്യാം. അതുപോലെ ഷിബുവിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ ആമേൻ റേച്ചൽ ധാനിയലിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ നന്ദി വന്ദനവും അറിയിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 9744703489 എന്ന നമ്പറിൽ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നാളെ ഞായറാഴ്ചയാണല്ലോ, 12:30 മണിക്ക് ശേഷം ആരാധന ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു. ആമേൻ.